തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഹോശയ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഹോശയ ചാപ്റ്റർ 6 വേഴ്സ് 1 and 2. ആരെങ്കിലും ഒരാൾ വായിക്കാവോ? വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. മതി മതി. ഹോശയ പ്രവചന പുസ്തകത്തിലേറെ പ്രതീക്ഷ തരുന്ന, പ്രകാശം തരുന്ന ഒരു വാക്യമാണിത്. പഴയ നിയമ പുസ്തകങ്ങളിൽ, ചെറിയ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ പുസ്തകമായ ഹോശയ പ്രവചന പുസ്തകം വടക്കൻ രാജ്യമായ ഇസ്രയേലിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അല്ല, അതിനപ്പുറം ശാസനയാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഈ പുസ്തകം എഴുതപ്പെട്ടത് BC 750 725 ഇടയ്ക്കുള്ള കാലം. ഇസ്രയേലിലെ കരുത്തനായ രാജാവ് യെരോബെയാം രണ്ടാമൻ ഇസ്രയേൽ ഭരിക്കുന്ന കാലം. ഇസ്രയേലിന്റെ സുവർണ കാലഘട്ടമെന്നാണ് ഈ കാലഘട്ടത്തെ പറ്റി പറയുന്നത്. സമ്പൽ സമൃദ്ധി കൊണ്ടും കാർഷിക അഭിവൃദ്ധി കൊണ്ടും ഇസ്രയേൽ പ്രസിദ്ധമായൊരു കാലം. യെരോബെയാം രണ്ടാമൻ തൻ്റെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ വിസ്തൃതമാക്കിയ ഒരു കാലമായിരുന്നു. ഇസ്രയേലിന് എന്നും ഭീഷണി, ശത്രു രാജ്യങ്ങളുടെ ഭീഷണി അസീറിയ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടേതായിരുന്നു. തന്ത്രപരമായി ഈജിപ്റ്റുമായി സഖ്യം ചെയ്തും അസീറിയയ്ക്ക് കപ്പം കൊടുത്തും ശത്രു രാജ്യങ്ങളുടെ ഭീഷണിയെ അതിജീവിച്ചൊരു കാലമായിരുന്നു. സമ്പൽ സമൃദ്ധിയുടെ, ഭൗതിക സുഖങ്ങളുടെ, പ്രതാപങ്ങളുടെ, രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച, കാർഷിക വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു സുന്ദരമായ കാലഘട്ടം. പുറമെ എല്ലാം ഭംഗിയായി പോവുകയാണ്. വളരെ ഭൗതിക സുഖങ്ങളുടെ പട്ടുമത്തയിൽ രാജ്യം മുന്നോട്ട് നീങ്ങുകയാണ്. എന്നാൽ അകമേ ആധ്യാത്മികമായ പാപ്പരത്വത്തിലൂടെ വടക്കൻ രാജ്യമായ ഇസ്രയേൽ കടന്നു പോകുന്ന കാലം. യഹോവയോടുള്ള ആരാധന അർത്ഥശൂന്യമായൊരു കാലം. ദൈവത്തോടുള്ള ആരാധന പേരിന് വേണ്ടി മാത്രം. വിഗ്രഹാരാധന ശക്തമായൊരു കാലവുമായിരുന്നു. ബഥേലിലും ദാനിലും സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇസ്രയേൽ മുഴുവൻ, സത്യദൈവത്തെ ആരാധിക്കേണ്ട ഇസ്രയേൽ മുഴുവൻ വിഗ്രഹങ്ങളെ ആരാധിച്ച ഒരു കാലം. അതുമാത്രമല്ല, വിഗ്രഹാരാധന മാത്രമല്ല, ചതി, വഞ്ചന, മോഷണം, രക്തപാതകം, മദ്യപാനം, ഇതെല്ലാം, വെറുക്കൂത്ത്, ജഡത്തിൻ്റെ ആസക്തികൾ എല്ലാം പെരുകിക്കൊണ്ടിരുന്ന കാലം. സത്യവും നീതിയും വിശുദ്ധിയുമൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലം. ഇങ്ങനെ വല്ലാത്തൊരു കാലത്ത് യഹോവയുടെ അരുളപ്പാട് എബേരിയുടെ മകനായ ഹോശയായ്ക്ക് ഉണ്ടാകുകയാണ്. ദൈവം ഹോശയോട് പറയുകയാണ്, നീ പരസംഗത്തിൽ ജീവിച്ച ഒരു സ്ത്രീയെ സ്വീകരിക്കണം. കാരണം ഇസ്രയേൽ സത്യദൈവമായി എന്നെ വിട്ട് പരസംഗം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിലൂടെ എൻ്റെ അരുളപ്പാട് ഇസ്രയേലിനോട് അറിയിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഹോശയ പ്രവാചകൻ ഗോമർ എന്ന വ്യഭിചാരത്തിൽ ജീവിക്കുന്ന, പരസംഗത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. 3 മക്കൾ ജനിക്കുന്നു. യഹോവയുടെ കൽപ്പന അനുസരിച്ച് അവർക്ക് 3 പേർക്കും പേരുമിടുന്നു. ഇസ്രയേൽ, അതിൻ്റെ അർത്ഥം ദൈവം വിതയ്ക്കും. ലോരുഹീമ, കരുണ ലഭിക്കാത്തവൾ. ലോ അമി, എൻ്റെ ജനമല്ല. പ്രവാചകനോട് സർവശക്തനായ ദൈവം പറയുകയാണ്, ഇതുപോലാണ് ഇസ്രയേൽ, അവരെൻ്റെ ജനമല്ല. അതുകൊണ്ട് ഒരു കരുണയ്ക്കും അർഹതയില്ല. അതുകൊണ്ട് അവരുടെ മേൽ ഞാൻ നാശം വിതയ്ക്കാൻ പോവുകയാണ്. സത്യദൈവത്തെ മറന്ന് തിന്മകളുടെ പിന്നാലെ പോകുന്നവരുടെ നേർക്ക് ഞാൻ നാശം വിതയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാടും പേറി തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, നിങ്ങൾ ഓർക്കണം, ഒരു പരസംഗം ചെയ്ത സ്ത്രീയാണ് പ്രവാചകൻ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടും ആ വിവാഹത്തിൻ്റെ പവിത്രത പിന്നീടെങ്കിലും മനസ്സിലാക്കി അവൾ ജീവിക്കുന്നില്ല. വീണ്ടും പരസംഗത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ തകർന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് ഹോശയ പ്രവാചകന്.
ആ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടെ എന്നാൽ കനഗംഭീര സ്വരത്തിൽ ആരെയും കൂസാതെ വചനത്തിലൂടെ തീ തുപ്പിക്കൊണ്ട് ഹോശേയ പ്രവാചകൻ ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേൽ നശിക്കാൻ പോവുക. കാരണം ഇസ്രായേലിന്റെ മഹത്വം വിട്ട് കളഞ്ഞു. ദൈവം നിങ്ങളെ തകർക്കാൻ പോവുക. അധികകാലം ഈ തിന്മയിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ദൈവം നിങ്ങളെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രതാപവും എല്ലാ മഹത്വവും നഷ്ടപ്പെടുകയാണ്. ഇത് കേട്ടപ്പോഴേക്ക് ജനങ്ങൾ ആശങ്കാകുലരാകുന്നു, പരിഭ്രാന്തരാകുന്നു, ഭയപ്പെടുന്നു. നമുക്കറിയാം, ദൈവം ഇങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയാലും അവൻ കരുണയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നാശത്തിൻ്റെയും തകർച്ചയുടെയും പ്രവചനങ്ങൾ നടത്തുന്നെങ്കിൽ പോലും ഈ പ്രവചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില പ്രകാശം തരുന്ന, പ്രത്യാശ തരുന്ന ചില വാക്യങ്ങളുണ്ട്, അരുളപ്പാടുണ്ട്. അതാണ് നമ്മുടെ കുറിവാക്യം തന്നെ. വരുവീൻ, നമുക്ക് യഹോവയിലേക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകനിലൂടെ അറിയിക്കുകയാണ്, നിങ്ങൾ അവിശ്വസ്തരെങ്കിലും നിങ്ങളുടെ ദൈവം അവിശ്വസ്തനല്ല, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിയെങ്കിലും ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലേ, എഫ്രൈമേ, നീ എൻ്റെ വത്സലപുത്രനാണ്, നീ എൻ്റെ പൊന്നോമന പുത്രനാണ്. എത്ര അകന്നാലും നിന്നെ ചേർത്തുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുക, ദൈവത്തോടൊപ്പമാകുക. അതാണ് ഈ പുസ്തകത്തിൻ്റെ ആത്യന്തിക സന്ദേശം. വരുവീൻ, നമുക്ക് യഹോവയിലേക്ക് മടങ്ങി വരാം. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. യഥാസ്ഥാനപ്പെടണമെങ്കിൽ, തിരിച്ചു വരണമെങ്കിൽ ഇടറിപ്പോയത് എവിടെയെന്ന് അറിയണം, പാളിപ്പോയത് എവിടെയെന്നറിയണം. കൃത്യമായി ഈ പ്രവചനത്തിൽ ഇസ്രായേൽ എവിടെയാണ് പാളിപ്പോയത്, ഇടറിപ്പോയതെന്ന് പറയുന്നുണ്ട്. അത് പ്രത്യക്ഷമായി പറയുകയല്ല. ഇതിന് പ്രവാചകൻ ചില ബിംബങ്ങൾ ഉപയോഗിക്കുന്നു, മെറ്റഫറുകൾ ഉപയോഗിക്കുന്നു, ചില പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. ആ പ്രതീകങ്ങൾ ഏതാണ്? അത് നൽകുന്ന സന്ദേശം എന്താണ്? 2700 വർഷങ്ങൾക്ക് മുൻപ് സർവശക്തനായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത് മാത്രമായി കണക്കാക്കാതെ ഈ ആധുനിക ലോകത്തിൽ നിങ്ങളുടെ നേരെ, എൻ്റെ നേരെ വിരൽ ചൂണ്ടി സർവശക്തനായ ദൈവം നമ്മുടെ പാളിച്ചകൾ, ഇടർച്ചകൾ ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് തിരിച്ചറിയാനും അങ്ങനെയെങ്കിൽ അത് തിരുത്തി യഥാസ്ഥാനപ്പെടുവാനും മാതാവിൻ്റെ മധ്യസ്ഥതയുടെ ഈ ദിനങ്ങൾ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനോട് അവരുടെ പാളിച്ചകളെ ഓർമ്മപ്പെടുത്തുന്ന മെറ്റഫറുകൾ എന്താണ്? 1 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ആരെങ്കിലും വായിക്കണം. നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെ പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയാകുന്നു. എഫ്രൈമേ, ഇസ്രായേലേ, നിന്റെ പാളിച്ച് ഞാൻ ഓർമ്മപ്പെടുത്താം. നീ ഇടറിപ്പോയത് എവിടെയെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ എന്നിൽ നകന്നത് എങ്ങനെയെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെയാണ്, രാവിലെ നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയാണ്. യുവർ ലോയൽറ്റി ഈസ് ലൈക്ക് മോർണിംഗ് ക്ലൗഡ് ആൻഡ് എയർലി ഡ്യൂ. നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെ, രാവിലത്തെ മഞ്ഞു പോലെയാണ്. നിനക്ക് വാത്സല്യമില്ലെന്നല്ല, നിനക്കെന്നോട് സ്നേഹമില്ലെന്നല്ല, നിനക്കെന്നോട് വിശ്വാസമില്ലെന്നല്ല, നിനക്ക് ആത്മീയതയില്ലെന്നല്ല. പക്ഷേ ഞാൻ പറയുന്നു, യുവർ ലവ്, യുവർ ലോയൽറ്റി, യുവർ ഫെയ്ത്ത്ഫുൾനെസ്, യുവർ സ്പിരിച്വാലിറ്റി ഈസ് ലൈക്ക് മോർണിംഗ് ക്ലൗഡ് ആൻഡ് എയർലി ഡ്യൂ. എന്താ മോർണിംഗ് ക്ലൗഡിൻ്റെ, പ്രഭാതമേഘത്തിൻ്റെ, രാവിലത്തെ മഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ്? പ്രഭാതമേഘം സൂര്യൻ ഉദിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നതാണ്. രാവിലത്തെ മഞ്ഞോ ചൂട് കൂടുമ്പോൾ ഉരുകിപ്പോകുന്നതാണ്. ഇതാണ് ദൈവം ഇസ്രായേലിനെ പറ്റി പറയുന്ന ആദ്യത്തെ പരാതി. നിന്റെ വിശ്വാസം, നിന്റെ ഭക്തി, നിന്റെ സ്നേഹം, നിന്റെ വിധേയത്വം നീങ്ങിപ്പോകുന്നതാണ്, ഉരുകിപ്പോകുന്നതാണ്. രാവിലത്തെ മഞ്ഞ് എന്തൊരു നല്ല കാഴ്ച, എത്ര സ്പെക്ടാക്കുലറാ. സൂര്യരശ്മികൾ ഈ മഞ്ഞ് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച നയനമനോഹരമാണ്. പക്ഷേ നയനമനോഹരം മാത്രമേ ഉള്ളൂ, ചൂട് കൂടുമ്പോൾ അതൊരുകിപ്പോകും. ഈ ബിംബമാണ് ഇസ്രായേലിന്റെ വിശ്വാസത്തെയും വിധേയത്വത്തെയും ഓർമ്മപ്പെടുത്താൻ ഹോശേയ പ്രവാചകനിലൂടെ
ദൈവം അറിയിക്കുന്നത്. നിന്റെ ഭക്തി, നിന്റെ വിശ്വാസം ഇത്രയേ ഉള്ളൂ. പെരിഫറലല്ല. നിനക്ക് വിശ്വാസം ഇല്ലെന്നല്ല, ഭക്തി ഇല്ലെന്നല്ല, അതെല്ലാം പുറമേ ഉള്ളതാണ്, താൽക്കാലികമാണ്. ഇന്നത്തെ നമ്മെ നോക്കി, നമ്മുടെ ജീവിതത്തെ നോക്കി തമ്പുരാൻ കർത്താവ് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ കുഴപ്പം ഇതാ. നിനക്ക് വിശ്വാസമില്ലെന്ന് ഞാൻ പറയുന്നില്ല, സ്നേഹമില്ലെന്ന് പറയുന്നില്ല, ഭക്തിയില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത് താൽക്കാലികമാണ്, ഉപരിവിപ്ലവമാണ്, പ്രകടനാത്മകമാണ്. അതിനപ്പുറമായ ആഴമായ വിശ്വാസം നിന്റെ ജീവിതത്തിലുണ്ടോ? ജീവിതത്തിന്റെ പ്രയാസങ്ങൾ വരുമ്പോൾ, ശോധനകളുടെ ചൂട് കൂടുമ്പോൾ ഉരുകിപ്പോകുന്നതാണോ, നീങ്ങിപ്പോകുന്നതാണോ നിന്റെ വിശ്വാസം, നിന്റെ ഭക്തി? സർവശക്തനായ ദൈവം ഇസ്രായേലിനെ എത്ര നയിച്ചത്! അവരുടെ കഴിഞ്ഞകാല കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. മിസ്രൈമിൽ നിന്ന് അവർ കനാനിലേക്ക് പോകുന്ന മരുഭൂ പ്രയാണമില്ലേ, മുഴുവൻ പ്രതികൂലതകളല്ലായിരുന്നോ? അവര് രഫേദീമിന്റെ അടുക്കൽ, അവര് ഈ ചെങ്കടലിന്റെ അടുക്കൽ എത്തുന്ന സമയത്ത് കൂലം കുത്തി ഒഴുകുക ചെങ്കടൽ. ഉണങ്ങിയ നിലത്തൂടല്ലേ അവരെ നയിക്കുന്നത്. മരുഭൂമിയിലേക്ക് ചെന്നപ്പോഴോ മുഴുവൻ പ്രതികൂലത, ചുട്ടുപഴുത്ത മണലാരുണ്യം. ദൈവം എന്നാ ചെയ്തത്? പകൽ മേഘമായി മാറി, രാത്രി അവർക്ക് വഴി കാട്ടാൻ അഗ്നിത്തൂണായി ദൈവം അവരുടെ മുൻപിൽ നിന്നു. ചുട്ടുപഴുത്ത പാറയിൽ നിന്നാണ് വെള്ളം നൽകിയത്. മരുഭൂമിയിൽ അവർക്ക് മന്ന കൊടുത്തു. ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തിന്ന് തൃപ്തരാകാൻ ഇറച്ചി നൽകി ദൈവം. പ്രതികൂലതകളെല്ലാം അനുകൂലമാക്കി അത്ഭുതകരമായി നടത്തിയ ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം. പക്ഷെ ഇവരിങ്ങനെ യാത്ര ചെയ്ത് കനാനോട് അടുത്തപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ട് തന്നെ വഴിയാത്ര നീണ്ടുപോയി. ഇസ്രായേൽ മുഴുവൻ ദൈവസന്നിധിയിൽ പെറുപെറുക്കുക, മറുതലിക്കുക, അവരുടെ വിശ്വാസം ചോർന്നു പോവുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് നോക്ക്. എത്ര അത്ഭുതകരമായി, അതിശയകരമായി നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നിട്ടും ജീവിതത്തിൽ ഇന്ന് ചില കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം എന്റേതാ? ചോർന്നു പോകുന്നതല്ലേ, നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ? നമ്മുടെ ഭക്തി വെറും പ്രകടനാത്മകമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജീവിതത്തിൽ ചില ശോധനകളും പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി. എല്ലാം ചോർന്നു പോകും. ദൈവമേ, എന്നോട് എന്തിനിത് ചെയ്തു എന്ന് പലപ്പോഴും നമ്മൾ പറയും. ഹബക്കൂക്ക് പ്രവചനം 3:17 ഇങ്ങനെയാണ്: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം തരികയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്തൊക്കെ വരട്ടെ, സൂര്യൻ ഉദിക്കട്ടെ, ശോധനകളുടെ സൂര്യൻ ഉദിക്കട്ടെ, പ്രശ്നങ്ങളുടെ ചൂട് കൂടട്ടെ, എങ്കിലും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയില്ല, ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് പറയുകയാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ആത്മീയത നിശ്ചയിക്കുന്നത് എന്തുണ്ട് ഇല്ല എന്നുള്ളതല്ല, അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാ. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, കണ്ണീർ കയങ്ങളിലും എത്ര പ്രസന്നതയോടാ ജീവിക്കുന്നത്. ചില മനുഷ്യരോ ജീവിതത്തിന്റെ കുഞ്ഞു നൊമ്പരങ്ങളിൽ നിരാശചിത്തരാകും, ആകുലചിത്തരാകും. ഇസ്രായേലേ, എനിക്ക് നിന്നെ പറ്റി പറയാനുള്ളത് ഇതാണ്: കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ പോലും നീ അടിപതറിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ വിശ്വാസം എന്താ? യുവർ ലോയൽറ്റി, യുവർ ഫെയ്ത്ത്ഫുൾനെസ്, യുവർ സ്പിരിച്വാലിറ്റി, യുവർ ലവ് ഈസ് ലൈക്ക് മോർണിംഗ് ക്ലൗഡ് ആൻഡ് എർലി ഡ്യൂ. ആർദർ ആഷെ ടെന്നീസ് ഇതിഹാസമാണ്. കടുത്ത ദൈവവിശ്വാസിയാണ്. ലോകം മുഴുവനും ആരാധകരുള്ള മനുഷ്യനാണ്. അപ്രതീക്ഷിതമായി അദ്ദേഹം എയ്ഡ്സ് ബാധിതനായി. അക്കാലത്ത് എയ്ഡ്സ് ബാധിതരാകുക എന്നൊക്കെ പറയുമ്പോഴേ അറപ്പ് തോന്നും, വെറുപ്പ് തോന്നും അയാളിനോട്. അദ്ദേഹത്തിന് ഒരു ഹാർട്ട് സർജറിക്ക് വിധേയനാകുന്ന സമയത്ത് ബ്ലഡ് മറ്റൊരാളിൽ നിന്ന് സ്വീകരിച്ചതാ. എയ്ഡ്സ് വൈറസ് ഉള്ളത് കൊണ്ട് ആർദർ ആഷയ്ക്കും എയ്ഡ്സ് ആയി. ലോകത്തിലുള്ള മുഴുവൻ ആരാധകർക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി. അദ്ദേഹത്തിന്റെ സ്നേഹിതർ ഫോൺ വിളിച്ചു, എഴുത്തുകൾ അയച്ചു: ഇത്രയും ദൈവവിശ്വാസിയെ അങ്ങേ എന്തിനാ എല്ലാവരും വെറുക്കുന്ന ഒരു രോഗം അങ്ങേക്ക് തന്നത്? എല്ലാവരും അദ്ദേഹത്തെ പറ്റി സഹതപിക്കാൻ തുടങ്ങി. വൈ യു, എന്തിന് ദൈവം നിന്നെ ഇങ്ങനാക്കി? ആർദർ ആഷെ തനിക്ക് ഫോൺ ചെയ്തവർക്കും തനിക്ക് എഴുത്തയച്ചവർക്കും എല്ലാം കൃത്യമായിട്ട് മറുപടി നൽകി. അത് നീണ്ട ഒരു മറുപടിയാണ്, നീണ്ട ഒരു എഴുത്താണ്. ലോകത്തിൽ 5 കോടി ആളുകളാണ് ടെന്നീസ് പഠിക്കാൻ വരുന്നത്. 50 ലക്ഷം ആളുകളെ ശരിക്കും ടെന്നീസ് പഠിക്കുകയുള്ളൂ. 50,000 ആളുകളെ ശരിക്കും പ്രൊഫഷണൽ ആകുകയുള്ളൂ.
500 പേര് ഈ സർക്യൂട്ടിലെത്തുകയുള്ളൂ. 50 പേരാണ് വിംബിൾഡണിലെത്തുന്നത്. 4 പേരാണ് സെമി ഫൈനലിലെത്തുന്നത്. 2 പേരാണ് ഫൈനലിൽ. ഒരാൾക്ക് മാത്രമാണ് ടെന്നീസ് കിരീടം. ടെന്നീസ് കിരീടം ചൂടി അനേകരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ആരവാരം മുഴക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്തും ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചില്ല, വൈ മീ, വൈ മീ, വൈ മീ, എൻ്റെ ദൈവമേ എന്നോട് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് ചില വേദനകൾ തന്നപ്പോൾ, മനുഷ്യൻ വെറുക്കുന്ന ഒരു രോഗം തന്നപ്പോൾ എനിക്കെങ്ങനെ പറയാൻ പറ്റും എൻ്റെ ദൈവമേ എന്നോട് എന്തിനിത് ചെയ്തു, എന്നോട് ഇത് ചെയ്തു എന്നാ? എൻ്റെ ശോധനകൾ എൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ എന്നെ സഹായിക്കുന്നു. ആർദ്രാശെ നമ്മുടെ ആത്മീയതയെ വെല്ലുവിളിക്കുകയല്ലേ? ശോധനകൾ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ? മാതാവിൻ്റെ ജനന പെരുന്നാളല്ലേ, അമ്മ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്താ? തൻ്റെ ദൈവവിശ്വാസം കൊണ്ട് ഒരത്ഭുതവും നേടിയില്ലെന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ ശോധനകളിൽ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുവാൻ തക്കവണ്ണം അമ്മയ്ക്കിടയായി. മെൽ ഗിബ്സന്റെ മൂവിയെ പറ്റി അച്ഛൻ ആമുഖമായിട്ട് പറഞ്ഞല്ലോ. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യേശുദമ്പുരാന്റെ കഠിനവേദന കണ്ടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ അമ്മയുടെ മനസ്സ് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി മെൽ ഗിബ്സൺ അമ്മയെ കൊണ്ടൊരു ഡയലോഗ് പറയിപ്പിക്കുന്നുണ്ട്. മൈ ഫ്ലഷ് ഓഫ് ഫ്ലഷ്, മൈ ഹാർട്ട് ഓഫ് ഹാർട്ട്, ലെറ്റ് മീ ഡൈ വിത്ത് യു. എൻ്റെ മാംസത്തിൻ്റെ മാംസമേ, എൻ്റെ രക്തത്തിൻ്റെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമേ, നിന്നോടൊപ്പം മരിക്കാനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കൂ. യേശുദമ്പുരാന്റെ കഠിനവേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ അമ്മ മറിയെ പറയുക. അത്ര വലിയ വേദനയിലൂടെയാണ് അമ്മ കടന്നുപോയത്. പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. വാൾ കടന്ന സമയങ്ങളിലെല്ലാം തൻ്റെ ദൈവവിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കാനാണ് അമ്മ മറിയത്തിന് കഴിഞ്ഞത്. ഇസ്രയേൽ എന്നുള്ള ഒന്ന് വിട്ടുകളാ, നമ്മുടെ ഓരോരുത്തരുടെയും പേരൊന്ന് പറഞ്ഞു നോക്ക്. എഫ്രൈമേ, അതിന് നമ്മുടെ ഓരോരുത്തരുടെ, അതിന് പകരം നമ്മുടെ ഒന്ന് പേര് പറഞ്ഞു നോക്ക്. നിനക്ക് സ്നേഹമില്ലെന്നല്ല, വിശ്വാസമില്ലെന്നല്ല, ഭക്തിയില്ലെന്നല്ല, വിധേയത്വമില്ലെന്നല്ല. ഇത് മോർണിംഗ് ക്ലൗഡാണ്, ഏർലി ഡ്യൂ ആണ്, നീങ്ങിപ്പോകുന്ന മേഘമാണ്, ഉരുകിപ്പോകുന്ന മഞ്ഞാണ്. ആഴമായ ദൈവവിശ്വാസം എത്ര പേർക്കുണ്ട്? മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗര ദുഃഖസാഗരത്തിൽ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്ന്. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായി. ജീവിതത്തിന്റെ ശോധനകളിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇടറിപ്പോയിരിക്കുന്നു, പാളിപ്പോയിരിക്കുന്നു ദൈവബന്ധത്തിൽ. 2:7-4 നിങ്ങളെല്ലാവരും വ്യഭിചാരികളാകുന്നു, അപ്പക്കാരൻ ചൂട് പിടിപ്പിച്ച അപ്പക്കല്ലിന് സമം. ഹീറ്റഡ് ഓവൻ, യു ആർ ലൈക്ക് ഹീറ്റഡ് ഓവൻ. എഫ്രൈമേ, ഇസ്രയേലേ, ഞാൻ കൃത്യമായി നിന്റെ പാളിച്ച പറഞ്ഞു തരാം. നീ ചുട്ടു പഴിപ്പിച്ച അപ്പക്കല്ല. ഇത് ഇസ്രയേൽക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം പണ്ട് കാലങ്ങളിൽ യഹൂദന്മാര് പാചകം ചെയ്യുന്നത് എല്ലാവരും കല്ലുകളിലാണ്. കല്ലിന് പെട്ടെന്ന് ചൂട് കൊടുത്താൽ അത് പഴുക്കില്ല. അതുകൊണ്ട് രാവിലെ പാചകം ചെയ്യണമെങ്കിൽ രാത്രിയിൽ കല്ലിനടിയിൽ ചൂട് കൂട്ടും. അത് ചൂട് കൂട്ടി രാവിലെ ആകുമ്പോൾ കല്ല് പഴുത്തിരിക്കും. മാവ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് പാകം ചെയ്യാൻ പറ്റും. ഈ ബിംബമാണ് ഇസ്രയേലിലെ ഓരോ വീട്ടമ്മയ്ക്കും സുപരിചിതമായ ഈ ബിംബമാണ് അവരുടെ പാളിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ഇസ്രയേലിന്റെ നാഥൻ അവരോട് അറിയിക്കുന്നത്. യു ആർ ലൈക്ക് ഹീറ്റഡ് ഓവൻ, ചുട്ടുപഴുത്ത അപ്പക്കല്ല്. ചുട്ടുപഴുത്തത് നന്മയിലൊന്നുമല്ല, വിശുദ്ധിയിലൊന്നുമല്ല, തിന്മയിലാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ വാക്യത്തിന് തന്നെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം വ്യഭിചാരികളാണ്, അഡൽട്ടറി. വീണ്ടുമുണ്ട് 7:3, ദുഷ്ടത കൊണ്ട് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. 7:5, രാജാവിൻ്റെ ദിവസത്തിൽ വീഞ്ഞിൻ്റെ ലഹരിയിൽ ദീനം പിടിക്കുന്നു. അഡൽട്ടറി, ആൽക്കഹോളിസം എല്ലാം ഉണ്ട്.
ചതി, വഞ്ചന. 4:2 പറയുന്നു, ചതി, വഞ്ചന എല്ലാം നിങ്ങളുടെ ഇടയിലുണ്ട്. ദൈവം ഇത് കണ്ട് പൊറുതി മുട്ടിയിട്ട് പറയുകയാ, നിങ്ങൾ ചുട്ടുപഴുത്ത അപ്പക്കല്ല, നിങ്ങൾ പഴുത്തിരിക്കുന്നത് വിശുദ്ധിയിലല്ല, ദൈവത്തോടുള്ള വിശ്വസ്തതയിലല്ല, നന്മയിലല്ല, തിന്മയിൽ പഴുത്ത് കിടക്കുക. എല്ലാം വഷളത്വമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ സ്വയം ഒന്ന് ആത്മശോധന ചെയ്യണം. കാലം മാറുന്നതനുസരിച്ച് ജീവിതത്തിൽ തിന്മകൾ കൂടിക്കൂടി വരികയല്ലേ. ഒരു കാലത്തും കേട്ടുകേൾവിയില്ലാത്ത ചില സംഭവങ്ങൾ ഇക്കാലത്ത് നടക്കുന്നു എന്നുള്ളത് എത്ര വ്യസനകരമാണ്. ഞാനൊരു പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിൽ എടുത്തു വെച്ചു, കാണുന്നില്ല. സ്വത്ത് തർക്കം, മകനെയും കുടുംബത്തെയും തീ വെച്ചു കൊന്നു, പിതാവ് അറസ്റ്റിൽ. തൊടുപുഴയിൽ നടന്ന സംഭവമാണ്. 79-കാരനായ ഹമീദ്, അയാളുടെ പേര് അങ്ങനെയാണ്. അയാളുടെ മകൻ ഷിബു, വൈഫ് ഷീബ, 2 കുഞ്ഞുങ്ങൾ, 14-16 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. വൃദ്ധനായ മനുഷ്യന് പണക്കൊതി തീർന്നില്ല. മകൻ്റെ അവകാശത്തിൽപ്പെട്ടത് മുഴുവനും വീണ്ടും തനിക്ക് തിരിച്ചു കിട്ടണം. അതിനെന്നും വഴക്കാം, ഒരിക്കലും സ്വൈര്യത കൊടുക്കുന്നില്ല. ഒരു ദിവസം ഈ മനുഷ്യൻ എന്താണെന്നറിയാമോ? അർദ്ധരാത്രിയിൽ പെട്രോൾ ബോംബുണ്ടാക്കി വീടിനകത്തേക്ക് ജനൽ തുറന്നിട്ട് വലിച്ചെറിഞ്ഞു, തീ കത്തിച്ച് വലിച്ചെറിഞ്ഞു. വീട് മുറികളൊക്കെ അഗ്നിഗോളമായി. ഷിബുവും ഷീബയും ഞെട്ടി എഴുന്നേറ്റു. കുഞ്ഞുങ്ങളുമായിട്ട് രക്ഷപ്പെടാൻ തക്കവണ്ണം ടോയ്ലറ്റിലേക്ക് ചെന്നു. പൈപ്പ് തുറന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അയാൾ പൈപ്പിൻ്റെ കണക്ഷനും വാട്ടർ കണക്ഷനും വിച്ഛേദിച്ചിരുന്നു. സ്വന്തം മക്കൾ അഗ്നിഗോളങ്ങളായിട്ട് അതിനകത്ത് കിടന്ന് അതിവേദനയിട്ട് വാവിട്ട് കരയുകയാണ്. അപ്പുറത്ത് ആ മനുഷ്യൻ മദ്യപിച്ച് ലക്കുകെട്ട് ഇങ്ങനെ അട്ടഹസിക്കുകയാണ്. അവസാനം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും കണ്ടതല്ലേ, കണ്ണ് നനഞ്ഞു പോകും. 4 പേരുടെ മൃതശരീരങ്ങൾ കരിക്കട്ട പോലെ. അതിൽ നമ്മളെ വിഷമിപ്പിച്ചത് ഷിബു തൻ്റെ 2 പെൺമക്കളെ കരങ്ങളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവസാനം ഈ കുഞ്ഞുങ്ങളെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു കാണും. അപ്പൻ്റെ അടുക്കലേക്ക് ഓടി എത്തിയപ്പോഴത്തേക്ക് ചേർത്ത് പിടിച്ചതായിരിക്കാം. എങ്ങനെ ഒരു മനുഷ്യന് ഇത്ര മൃഗമാകാൻ പറ്റും? എന്തും ചെയ്യും, എത്ര ദുഷ്ടതയും കാണിക്കും, ആരെയും തകർക്കും, ഏതു തരത്തിലും വഷളത്വം കാണിക്കും. ലോകം അങ്ങനെ പോവുക. ഇന്നത്തെ ഹൈക്കോടതിയുടെ ഒരു റിപ്പോർട്ട് വന്നില്ലേ, കുടുംബ ബന്ധങ്ങളുടെ പാളിച്ചകളെ പറ്റിയാ. ലിവിങ് ടുഗദറായിട്ടൊക്കെ ജീവിക്കാവുന്ന, വിവാഹത്തിന് വലിയ കാര്യമൊന്നുമില്ല, ഇഷ്ടമില്ലെങ്കിൽ അന്നേരം പറഞ്ഞു വിടാം. ഇത് സാധാരണമായി തീരുന്നത് കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം. നിങ്ങൾ കറുകച്ചാലിലെ ഒരു സംഭവം കണ്ടതല്ലേ, 6-7 മാസമായി കാണും. കുറെ ദമ്പതികൾ ഒരുമിച്ചങ്ങ് ജീവിക്കുക, തനിക്ക് ഇണങ്ങുന്നത് പോലെ, തങ്ങൾക്കിണങ്ങുന്നത് പോലെ ജീവിക്കുക. അതുപോലെ വഷളത്വത്തിൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കറുകച്ചാൽ. ഓർത്തോണം. അതിലൊരു സ്ത്രീക്ക് ഇടയ്ക്ക് എപ്പോഴോ ഒരു കുറ്റബോധം തോന്നി, പോലീസിനോട് പറഞ്ഞു, അങ്ങനെ കണ്ണികളെ മുഴുവൻ പിടിച്ചു. പരാതിപ്പെട്ടില്ലായിരുന്നെങ്കിലോ ഇങ്ങനെ അങ്ങ് ജീവിച്ചേനെ. എന്തും കാണിക്കാം, ഏത് കൊള്ളരുതായ്മയും കാണിക്കാം. അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് മാറുക. ഇതുപോലുള്ള വലിയ തിന്മകളില്ലെങ്കിലും നിങ്ങളത് ചിന്തിച്ചു നോക്കണം. ചില തിന്മകൾ ഇങ്ങനെ ഉള്ളിൽ ജ്വലിക്കുന്നില്ലേ, പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ചില തിന്മകളുണ്ട്, ചില ദുഷ്ടതകളുണ്ട്, ചില വഷളത്വങ്ങളുണ്ട്, ചില ആസക്തികളുണ്ട്, ചില അഹങ്കാരമുണ്ട്, ധാർഷ്ട്യമുണ്ട്, മറ്റുള്ളവരെ തകർക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്. നമ്മളൊക്കെ ഒത്തിരി ആത്മീകരാന്നൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. ചില സമയത്തോ എന്തെങ്കിലുമൊക്കെ കാര്യം പൊട്ടിത്തെറിച്ച് എത്ര അധമമായതാണ് നമ്മൾ പറയുന്നത്, എത്ര മോശമായത്, ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത അറയ്ക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാ? തിന്മ ഇങ്ങനെ ജ്വലിച്ചു കിടന്നിട്ടാ. നന്മ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവബോധം ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളോ ഇങ്ങനെയുള്ള ശൈലികളോ വരികയില്ല. തിന്മ ജ്വലിച്ചു കിടന്നാൽ ഒരു നാൾ തിന്മ പുറത്തു വരും. നമ്മളൊക്കെ പുറം പകിട്ടിൽ ഇങ്ങനെ ജീവിക്കുക. എത്ര ആത്മീകരാ നമ്മൾ. മറ്റുള്ളവരെ നോക്കുമ്പോഴിങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുകയാണ്. പക്ഷെ ദൈവം നിങ്ങളെ നോക്കട്ടെ, എന്നെയും നോക്കട്ടെ. അറയ്ക്കുന്ന ചില കാര്യങ്ങളില്ലേ, മറച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ആത്മീയതയുടെ പൊയ്മുഖം കൊണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന നമ്മൾ
ദൈവം നമ്മളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില മലിനത പുറത്തു വരത്തില്ലേ? ജോലിച്ചിങ്ങനെ കിടക്കുക, സാഹചര്യമില്ലാത്തത് കൊണ്ട്, അവസരമില്ലാത്തത് കൊണ്ട് പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ചില പുറം പകിട്ടുകൾ കൊണ്ട് ചിലതൊക്കെ മറച്ചു വെക്കുക. ഇസ്രായേലിനോട് പറയുന്നത് നമ്മളോട് പറയുക. ഇസ്രായേലേ, എഫ്രൈമേ, നമ്മൾ ഓരോരുത്തരോടും പറയുക. മറിയാമേ, വർഗീസേ എന്ന് ഓരോരുത്തരുടെയും പേര് വിളിച്ചു പറയുക. നീ ചില തിന്മകൾ മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ നേർക്കൊരു നാശമുണ്ട്. നിന്നെ തകർക്കാൻ ഞാൻ പോവുക. ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കണം, എന്താ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യപ്പെടാത്തത്? ചില ജ്വലിച്ചു കിടക്കുന്ന തിന്മകളുള്ളതുകൊണ്ട് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യണം. വേദപുസ്തകത്തിൽ ഒരു സ്ത്രീയുണ്ട്, തിന്മ ഇങ്ങനെ ജ്വലിക്കുകയാണ്. ജോസഫ് എന്നൊരു മനുഷ്യനോട് ഒരു ആഗ്രഹം തോന്നുന്നു. ആഗ്രഹം ആസക്തിയാകുന്നു, ആസക്തി അനുഭൂതിയാകുന്നു. ഒടുവിൽ കാമാഗ്നിൽ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് നിൽക്കുക. എപ്പം പൊട്ടി പുറപ്പെടുമെന്നറിയത്തില്ല. ഒരു ദിവസം പൊട്ടി പുറപ്പെട്ടു. ജോസഫ് അന്നേരം ഓടി രക്ഷപ്പെടുക. തിന്മ ചിലതുണ്ടെങ്കിൽ ഒരിക്കൽ പുറത്തു വരും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ദുഷ്ടത ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടോ എന്നുള്ളതാ. മലിനത മനസ്സിൽ കൊണ്ട് അത് കളയണം. അതുകൊണ്ടാണ് പിതാക്കന്മാർ നോമ്പിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് ദുർവിചാരത്തെ വെടിയണം, ദുർപ്രവർത്തനങ്ങളെ വെടിയണമെന്ന് പോലും അല്ല. ചിന്തകളാണ് പിന്നീട് പ്രവർത്തനങ്ങളായിട്ട് മാറുന്നത്. ആക്ട്സ് ബിക്കം വേഡ്സ്, വേഡ്സ് ബിക്കം ഹാബിറ്റ്, ഹാബിറ്റ്സ് ബിക്കം ബിഹേവിയർ എന്നാണ് പറയുന്നത്. ചിന്ത വാക്കാകും, വാക്ക് പ്രവൃത്തിയാകും, പ്രവൃത്തി ശീലമാകും, ശീലം സ്വഭാവമാകും. ഏതെങ്കിലും തിന്മകൾ, വഷളത്വങ്ങളുണ്ടോ? അധമമായത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ? സ്വയമെന്ന് ആത്മശോധന ചെയ്യുക. എവിടെയാണ് തമ്പുരാനെ ഞാൻ പാളിപ്പോയിരിക്കുന്നത്, ഇടറിപ്പോയിരിക്കുന്നത് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താ ദൈവമേ, ഞാൻ ആരും കാണാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പാപം? തിന്മയുടെ ജ്വലനം ഉണ്ടായാൽ തിന്മയുടെ ഫലങ്ങൾ ഉണ്ടാകും. അത് റോമാലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. വെറുക്കൂത്ത, മദ്യപാനം, ശയനമോഹം. ആത്മാവിന്റെ ജ്വലനം ഉണ്ടായാൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകും. സ്നേഹം, സന്തോഷം, ദീർഘക്ഷമതയോ, പരോപകാരം. ജ്വലിക്കുന്ന എന്താണെന്നൊന്ന് ആത്മശോധന ചെയ്യുക. ഒത്തിരി വലിയ തിന്മകളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ചിലതിങ്ങനെ ജ്വലിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം. അതിനെ നീക്കി യഥാസ്ഥാനപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ്? മാതാപിതാക്കളുടെ മുൻപിൽ അവർക്ക് വിധേയപ്പെടുന്ന മക്കളായിട്ട്, പങ്കാളിയുടെ മുൻപിൽ വിശ്വസ്തത നടിച്ചു നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മുൻപിൽ സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. പള്ളിയിലൊക്കെ വലിയ സ്ഥാനമാണ്. എല്ലാവരുടെയും മുൻപിൽ ഇങ്ങനെ എന്താ പുറം പകിട്ടുകൊണ്ട് ജീവിക്കുക. പക്ഷെ ദൈവം നിന്റെ ഉള്ളിൽ നോക്കുന്നു. എന്തൊക്കെയോ തിന്മ ജ്വലിക്കുന്നുണ്ട്. എന്താ കുടുംബ ബന്ധത്തിൽ പരിഹാരം ഉണ്ടാകാത്തത്? നിന്റെ പ്രശ്നങ്ങൾ എന്താ നീങ്ങിപ്പോകാതെ ഇരിക്കുന്നത്? കുഞ്ഞുങ്ങൾ നീ ചിന്തിക്കുന്നത് പോലെ ക്രമപ്പെട്ട് വരാത്ത എന്തുകൊണ്ടാ? എന്തോ നീ താലോലിക്കുന്നുണ്ട്, എന്തോ നീ ജീവിതത്തിൽ ഓമനിക്കുന്നുണ്ട്, ആരും കാണാതെ. ഇസ്രായേലേ, എഫ്രൈമേ, ഇത് നീ പുറത്തു കളയണം. നാശമടുത്തിരിക്കുകയാണ്. നിന്റെ മേൽ എൻ്റെ കോപം വരാൻ പോവുകയാണ്. നിന്റെ മഹത്വമെല്ലാം നഷ്ടപ്പെടുവാൻ പോവുകയാണ്. കാരണം എന്താണ്? വലിയ തിന്മ നിന്റെ ഉള്ളിൽ ജ്വലിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എൻ്റെ അശുദ്ധിയെല്ലാം നീക്കണമേ, എൻ്റെ അശുദ്ധിയെല്ലാം നീക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത ഈ കേവലം ഭൗതിക കാര്യങ്ങൾ സാധ്യമാകാനുള്ളതാകരുത്, മറിച്ച് നന്മയിൽ ജ്വലിക്കാനുള്ളതാണ്. 2:7-4 ഹീറ്റഡ് ഓവൻ, ചൂടുപിടിച്ച അപ്പക്കല്ല്. 3:7-8 ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോശയാകുന്നു. ഹാഫ് ബേക്ക്ഡ് കേക്ക്. എഫ്രൈം, ഇസ്രയേൽ, യു ആർ ലൈക്ക് ഹാഫ് ബേക്ക്ഡ് കേക്ക്. പകുതി വെന്ത അപ്പം. എനിക്ക് തോന്നുന്നു മലയാള പരിഭാഷയാണ് ഇച്ചിരൂടെ സുന്ദരം. നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് മറിച്ചിടാത്ത ദോശ. ഞാൻ ഇതിനു മുൻപുള്ള ബിംബത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞു. ഈ കല്ലിങ്ങനെ പഴിപ്പിച്ചിട്ടിരിക്കുകയാണ്. പഴിപ്പിച്ചിട്ടിരിക്കുന്ന കല്ലിലാണല്ലോ വീട്ടമ്മമാർ മാവ് കോരി ഒഴിക്കുന്നത്. എന്നാൽ മാവ് കോരി ഒഴിക്കുമ്പോൾ ഒരല്പം ശ്രദ്ധ പതറിയാലോ, പണ്ട് കാലങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പോലല്ലോ പഴുത്ത് കിടക്കുന്ന കല്ല. മാവ് കോരി ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അടിവശം കരിഞ്ഞു പോകും, മുകൾ വശം വേഗാതിരിക്കും. ഈ മെറ്റഫറാണ് ഇസ്രയേലിന് നേരെ ഉപയോഗിക്കുന്നത്. ഇസ്രയേലേ, നീ പകുതി വെന്ത അപ്പമാ, അല്ല മറിച്ചിടാത്ത ദോശയാ.
നിങ്ങൾ ഒരു ഭാവനയിലൊന്ന് കണ്ടു നോക്കിയേ. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്, ഈ ദോശയുടെ ഈ അപ്പത്തിൻ്റെ മുകൾ ഭാഗം വെന്തിട്ടില്ല, അത് മുകളിലേക്കാണ് നോക്കുന്നത്. പേരിന് മാത്രം ദൈവത്തോടുള്ളൊരു ബന്ധം, അടിവശം കരിഞ്ഞിരിക്കുന്നു. മണ്ണിനോടുള്ള ബന്ധം അതികഠിനം. മണ്ണിനോട് വലിയ ബന്ധമുണ്ട്, മുകളിലോട്ട് ബന്ധം പേരിന് മാത്രം. ഇന്നത്തെ വിശ്വാസികൾക്ക് പറ്റുന്ന ഒരു അപജയമായി ഇസ്രയേലിനെ പറ്റി പറയുന്ന ഒരു മെറ്റഫറായത്. കാരണം ഇസ്രയേൽ എല്ലാ പ്രതാപത്തോടും ജീവിച്ച ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു, ഇസ്രയേലിന്റെ സുവർണ കാലഘട്ടമാണ് യെരോബിയാം രണ്ടാമന്റെ കാലഘട്ടം. ആർഭാടത്തിലും ധൂർത്തിലും ജനങ്ങൾ ജീവിക്കുകയാണ്. അവര് ദൈവത്തിന്റെ മക്കളാന്നൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജനമെന്നൊക്കെ പറയുന്നുണ്ട്. പേരിന് മാത്രമാണ് ദൈവത്തിന്റെ പേര് അവർ പറയുന്നത്. മറിച്ച് അവരുടെ ജീവിതം അടിച്ചു പൊളിക്കുക, സുഖലോലുപതയാ, എല്ലാ രീതിയിലും എല്ലാ ആസക്തിയുടെയും പിന്നാലെ പോവുക. അവരോടാ പറയുന്നത്, ഇസ്രയേലേ, ഈ മരിച്ചിടാത്ത ദോശ പോലെ നീ ദൈവത്തിനോടുള്ള ബന്ധം പേരിന്, നിനക്ക് മുഴുവൻ ഈ ലോകങ്ങളും ഭൗതിക സുഖങ്ങളുമാണ്. ഈ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ ദൈവബന്ധം ഇങ്ങനല്ലേ? ദൈവമൊക്കെ വേണം, അത് പേരിന് വേണ്ടി. മറിച്ച് നമ്മുടെയൊക്കെ ചിന്ത അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയാ, കൂടുതൽ വെട്ടിപ്പിടിക്കാനാ. പണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയായിരുന്നു മനുഷ്യൻ കഷ്ടപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ഭംഗിയായിട്ടൊക്കെ ജീവിക്കണം. ഇന്ന് ഒടുങ്ങാത്ത ആർത്തിയ. എന്നിട്ട് ദൈവം കൂടെ ഉണ്ടെന്നാ പറയുന്നത്, ദൈവത്തിന്റെ കൂടാണെന്നാ പറയുന്നത്. ഒരിക്കലും തീരാത്ത ആർത്തിയും ആർഭാടും ധൂർത്തും ഇക്കാലങ്ങളിൽ നമ്മൾ എല്ലായിടങ്ങളിലും കാണുകല്ലേ. വിവാഹ ശുശ്രൂഷ, പവിത്രമായതെല്ലാം ഇന്നതിൻ്റെ ആ പാവനത എല്ലാം നഷ്ടപ്പെടുത്തി ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും വേദിയാകുന്നില്ലേ? ശവസംസ്കാരമോ, എല്ലായിടങ്ങളിലും ആഘോഷവും ആർഭാടവും ധൂർത്തുവാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ദൈവത്തോടുള്ള ബന്ധം പേരിന്. ഈ കാലത്തെ പറ്റി പറയുന്നത് an age of materialism and entertainment എന്നാണ് പറയുന്നത്. ഭൗതികതയുടെ കാലം, അടിച്ചു പൊളിക്കാനുള്ള കാലം. നമ്മുടെ പുതിയ തലമുറയുടെയൊക്കെ ചിന്ത, അവർക്കൊക്കെ ഇപ്പം നല്ല ശമ്പളമൊക്കെ അല്ലേ, ഇതൊക്കെ അടിച്ചു പൊളിക്കാൻ മാത്രമാണ് ജീവിതം എന്നാ. ഫുഡ് കോർട്ടുകൾ, ഫാന്റസി പാർക്കുകൾ, കൂറ്റൻ മാളുകൾ, അതൊക്കെയാണ് ജീവിതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്തു പോയി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാന്നാ ചിന്ത. മാക്ഡൊണാൾഡും KFCയും പിസ്സാഹട്ടും പിസ്സല്ലേ, അങ്ങനെ ഏതാണ്ടൊക്കെ എന്തെല്ലാമാ. മുകളിലോട്ട് മാത്രം നോക്കുക, ഭൗതിക സുഖം മാത്രമാ, താഴോട്ട് നോക്കുന്നേയില്ല. പണ്ട് എനിക്കറിയാം, എൻ്റെ അമ്മയൊക്കെ, എൻ്റെ അച്ഛൻ്റെ ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. അമ്മ അതിൻ്റെ കൃത്യ ദശാംശം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുക്കും, ഉള്ളതിൻ്റെ പങ്ക് എല്ലായിടും കൊടുക്കും. ഒസ്താദ് യൂസുഫിയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും. അവരൊക്കെ താഴോട്ട് നോക്കിയാ ജീവിച്ചത്. നമുക്ക് നല്ല റോക്കറ്റ് കയറ്റി വിടുന്ന പോലെ മേളോട്ട് മാത്രമാ. ഞാൻ എപ്പോഴും പറയും, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കേണ്ടത് ഈ ഫാന്റസി പാർക്കുകൾ മാത്രമല്ല, എൻഡോസൾഫാൻ ദുരിതം വിതച്ച കാസർഗോഡൻ ഗ്രാമങ്ങൾ കാണിക്കണം, പട്ടിണി മരണം നടക്കുന്ന ആദിവാസി ഊരുകൾ കാണിക്കണം, ഈ RCCയുടെ കുട്ടികളുടെ വാർഡ് കൊണ്ട് കാണിക്കണം. 1.5 വയസ്സുള്ള കുഞ്ഞിനാണ് കീമോ ചെയ്യുന്നത്, 6ാം ക്ലാസ്സുകാരനെയാണ് കാല് മുറിച്ചു മാറ്റുന്നത്. കുഞ്ഞുങ്ങളുടെ വേദന കണ്ടു നിൽക്കാൻ പറ്റാതെ അവിടെയുള്ള അമ്മമാർ വാവിട്ട് കരയുക, കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമെന്നല്ല, എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനെ അങ്ങ് എടുക്കണേന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും മേളോട്ട് മാത്രം നോക്കി ജീവിക്കുകയാണ്. യുക്രൈൻ റഷ്യ സംഘർഷം ഇതുവരെയും തീർന്നിട്ടില്ല. നമ്മൾ കണ്ടതല്ലേ, എത്രയോ ആളുകളാ പലായനം ചെയ്തു പോയത്. തങ്ങളുടെ മുഴുവൻ സമ്പാദ്യങ്ങൾ വിട്ടെറിഞ്ഞേച്ച് വൃദ്ധരായ മനുഷ്യർ വരെ ഓടുകയാണ്. യുക്രൈൻ റഷ്യ സംഘർഷം നമ്മളെ ചിലരെയൊക്കെ ബാധിച്ചു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ പഠിക്കാൻ പോയി. എൻ്റെ പള്ളിയിലെ 4 കുഞ്ഞുങ്ങൾ യുക്രൈനിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അതിലൊരുവൻ പറയുകയായിരുന്നു, വെച്ചാൽ ഞാൻ കീവിലായിരുന്നു, ഈ യുദ്ധം നടന്ന സമയത്ത് ഞങ്ങളെ ബങ്കറിലേക്ക് മാറ്റി. 165 പേരാണ് ബങ്കറിൽ. നേരെ ചൊവ്വെന്ന് ഇരിക്കാൻ പോലും വയ്യ. പിന്നെ കിടക്കുന്ന കാര്യം പറയാൻ പറ്റുമോ? ആദ്യമൊക്കെ 3 നേരം ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടി, പിന്നെ 2 നേരമായി, പിന്നെ 1 നേരമായി, പിന്നെ 1 കുപ്പി വെള്ളം. നേരെ ചൊവ്വെ ഒന്ന് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒടുവിൽ രക്ഷപ്പെടാൻ തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി 20 കിലോമീറ്ററാ രക്ഷപ്പെടാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയത്. നടന്നല്ല, ചൂടിയാ പോയത്. എനിക്കറിയാം, എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ തൊട്ടടുത്ത കടയിലോട്ട് പോകാൻ പറഞ്ഞാൽ വയ്യാന്ന് പറയുന്ന ഞാനാ പേടിച്ചോടിപ്പോയത്. ജീവിതത്തിൽ
ഈ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കാത്തവർക്കൊന്നും യുദ്ധത്തിന്റെ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ നേരിട്ടിട്ടില്ല. അതുകൊണ്ടാണ് എത്രയോ ആളുകൾ ഈ ലോകത്ത് കഷ്ടപ്പെടുന്നു. അവിടാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്, ആർഭാടത്തിൽ സുഖലോലുപതയിൽ ജീവിക്കുന്നത്. അവരോടാണ് ദൈവം പറയുന്നത്, ഇതാ നിന്റെ കുഴപ്പം. സുഖലോലുപത, ആർഭാടം, ധൂർത്ത്, അതാ നിന്റെ പ്രശ്നം. നിന്നെ നശിപ്പിക്കാൻ പോവുക. മറിച്ചിടാത്ത ദോശയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, അത് ഉപയോഗശൂന്യമാണ്, യൂസ്ലെസ്സാ. അല്ലേ? ഉപയോഗിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ എപ്പോഴും ഓർക്കണം, നമുക്ക് ഒരു ജന്മമേ ഉള്ളൂ, അത് യൂസ്ഫുള്ളാണ്. നമുക്കാർക്കും വീണ്ടും ഒരു ജീവിതം കിട്ടില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ, ഈ ജീവിതം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അടുത്തത് ബെറ്റർ ആക്കാമെന്ന് വിചാരിച്ചു. ഒന്നേ ഉള്ളൂ, ഇത് യൂസ്ഫുള്ളാകണം. ദൈവം നമ്മളെപ്പറ്റി ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്, കുടുംബം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്, പങ്കാളി പ്രതീക്ഷിക്കുന്നുണ്ട്, മക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എവിടാണോ അവിടം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാ നിയോഗം എന്ന് പറയുന്നത്. ഇത് യൂസ്ഫുള്ളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇപ്പോഴ് ബെസ്റ്റ് സെല്ലറാ സുധാമൂർത്തിയുടെ ദ ഡേ ഐ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് മിൽക്ക് എന്നൊരു പുസ്തകം. ആമസോണിലൊക്കെ കിട്ടും. സിമ്പിൾ ഇംഗ്ലീഷാണ്, വായിച്ച പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടതെന്ന് കൃത്യമായി ഇൻഫോസിസിന്റെ ചെയർപേഴ്സൺ സുധാമൂർത്തി കുറിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സംഭവം ഇങ്ങനെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സുധാമൂർത്തി ബോംബെയിൽ നിന്ന് ഈ ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ വരികയാണ്. ഒത്തിരി തിരക്കുള്ളൊരു സമയം. റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ റിസർവേഷൻ ഇല്ലാതെ ഒത്തിരി പേര് കയറി. TTR എല്ലാവരെയും കൈയോട് പിടിച്ച് പുറത്താക്കി. ഇപ്പോഴൊരു 14 വയസ്സുകാരി പെൺകുട്ടി TTRനെ കണ്ടപ്പോഴത്തേക്ക് പേടിച്ചരണ്ടിങ്ങനെ ഓടി സുധാമൂർത്തി ഇരുന്നതിൻ്റെ സീറ്റിൻ്റെ അടിയിലേക്ക് കയറി. TTR കൃത്യമായിട്ട് പിടിച്ചു, പൊക്കി. എന്നിട്ട് അവളോട് ചോദിച്ചു, എവിടെ പോവുക, എവിടെ നിന്നാ കയറിയത്, എങ്ങോട്ടാണ് പോകുന്നത്, ടിക്കറ്റ് എന്ത്? അവൾക്കൊന്നും മറുപടി ഇല്ലായിരുന്നു. ടിക്കറ്റ് ഇല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ, എവിടെ വെച്ചാണോ എൻ്റെ ഡെസ്റ്റിനേഷൻ, മുഴുവൻ ചാർജും തരണം, ഫൈനും അടയ്ക്കണം. അവിടെ കണ്ണ് നിറഞ്ഞു. TTR പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് പോകണം. അപ്പോൾ സുധാമൂർത്തി പറഞ്ഞു, അവളുടെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. അപ്പോൾ TTR പറഞ്ഞു, മാഡം എന്തിനാ ഇവളുടെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യം, ഇവള് 5 or 10 കിട്ടാൻ വേണ്ടി ഇവളെ പോലുള്ളവരിങ്ങനെ ട്രെയിനിൽ കയറുന്ന, മാഡം എന്തെങ്കിലും കൊടുത്ത് പുറത്താക്കുക നോക്കാം. പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് സുധാമൂർത്തിക്ക് തോന്നിയില്ല. സുധാമൂർത്തി ബാംഗ്ലൂർ വരെയുള്ള ടിക്കറ്റ് എടുത്തു. എന്നിട്ട് സീറ്റിൽ കൂടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു. അവളിങ്ങനെ പേടിച്ചരണ്ടിങ്ങനെ ഇരിക്കുകയാണ്. സുധാമൂർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവൾ പറഞ്ഞു, അവളുടെ പേര് ചിത്ര എന്നാണ്, അമ്മ മരിച്ചുപോയി, ചേരി പ്രദേശത്താണ് താമസിക്കുന്നത്, ആകെ വിഷമം നിറഞ്ഞൊരു സാഹചര്യം, അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ, അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാ. അങ്ങനെ ട്രെയിനിനകത്ത് വന്ന് കയറിയത്. സുധാമൂർത്തി പറഞ്ഞു, നീ എന്നോടൊപ്പം വരുന്നോ? അവൾ പറഞ്ഞു, സമ്മതിച്ച് തലകുലുക്കി. സുധാമൂർത്തി അവളെ ബാംഗ്ലൂർ ചെന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് ഒരു NGO ഏർപ്പെടുത്തി. NGOയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവളുടെ പഠനമെല്ലാം കൃത്യമാക്കണം, ഭക്ഷണമൊക്കെ കൊടുക്കണം, അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം, ഇൻഫോസിസ് ഫൗണ്ടേഷനിൽ നിന്ന് അവൾക്കുള്ളതെല്ലാം ഞങ്ങൾ അയച്ചു തരുന്നതാണെന്നൊക്കെ പറഞ്ഞു. സുധാമൂർത്തി കുറച്ച് ദിവസത്തെ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. അവളുമായിട്ടും ആ സ്ഥാപനവുമായിട്ടും നിരന്തരം ആദ്യമൊക്കെ ബന്ധപ്പെട്ടു. പിന്നെ തിരക്കുകൾ കൊണ്ട് അത് പതുക്കെ കുറഞ്ഞു, ഒടുവിലില്ലാതായി. വർഷങ്ങൾ കഴിഞ്ഞു. സുധാമൂർത്തി ഈ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണം കഴിഞ്ഞിട്ട് സ്റ്റാർ ഹോട്ടലിലെ ബില്ലടയ്ക്കാൻ റിസപ്ഷനിൽ വന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, മാഡം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാഡത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സുധാമൂർത്തി അവിടെ ചെന്നപ്പോൾ അവളുടെ ഭീമമായി ഹോട്ടൽ ബില്ല് അടച്ച റെസിപ്റ്റാണ് ആ ദമ്പതികളുടെ ആ സ്ത്രീ, അവിടെയുള്ള സ്ത്രീ സുധാമൂർത്തി കാണിച്ചു കൊടുത്തത്. സുധാമൂർത്തി ചോദിച്ചു, ആരാ നീ നിങ്ങൾ എന്തിനാ എൻ്റെ ബില്ല് കൊടുത്തത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അക്കയ്ക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാൻ അക്കയുടെ പഴയ ചിത്രയാണ്, അക്കയാണ് അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ എന്നിട്ട് ഇവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഈ സുധാമൂർത്തിയുടെ കാലിൽ വീണു. സുധാമൂർത്തി അവളെ പൊക്കി എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു. എന്നിട്ടും ചോദിച്ചു, എൻ്റെ ചിത്ര, എന്തിനാ നീ ഇത്രയും വലിയൊരു തുക ഹോട്ടൽ ബില്ല് എനിക്ക് വേണ്ടി അടച്ചത്? എനിക്ക് അടയ്ക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ആവോളം സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അക്കയ്ക്ക് അറിയരുതോ, അക്ക അന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു അനാഥ സ്ത്രീയായിട്ട് നടന്നേനെ, തെണ്ടി നടന്നേനെ, അല്ലെങ്കിൽ ഒരു വേശ്യയായിട്ട് പോയേനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയറിൻ്റെ മുൻപിൽ കിടന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേനെ. അക്ക എന്നെ രക്ഷിച്ചത് കൊണ്ടാണ്.
അന്ന് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എടുത്ത ആ ഒരു സെക്കൻഡ് ക്ലാസ് റിസർവേഷൻ ടിക്കറ്റ് ഇല്ലേ, അതുമായിട്ട് നോക്കുമ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ അടച്ച ബില്ല് ഒന്നുമില്ല മാഡം, ഒന്നുമില്ല എന്ന് പറയുകയാണ്. സുധാമൂർത്തിയുടെ കണ്ണ് നിറഞ്ഞു. സുധാമൂർത്തി പറയുകയാണ്, എൻ്റെ ജീവിതം എത്ര അർത്ഥപൂർണമായെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് ചില നിയോഗങ്ങളുണ്ട്. തമ്പുരാൻ ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയും ജീവിച്ചു പോകുകയല്ല. ഇത് യൂസ്ഫുള്ളാണ്. ആർഭാടവും ദൂർത്തും സുഖലോലുപതയൊന്നുമല്ല ജീവിതം. അതിനപ്പുറം കുറച്ച് യൂസ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് പോലും നമ്മുടെ ഭൗതിക കാര്യങ്ങൾ സാധ്യമാകാൻ വേണ്ടിയല്ലേ? അല്ലെങ്കിൽ ഈ 8 നോമ്പിന് ആരെങ്കിലും പള്ളി വരുമോ? നമുക്ക് ചില കാര്യങ്ങൾ സാധ്യമാകണം. ഒരു പ്രോസ്പെരിറ്റി തിയോളജിയുടെ ഒരു കാലമായത്, ഭൗതികതയുടെ കാര്യങ്ങൾ. ഏതായാലും കോവിഡിൻ്റെ സമയത്ത് ഈ അധികം രോഗശാന്തി ശുശ്രൂഷയൊന്നും ഇല്ലായിരുന്നു. കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞു, വാക്സിനേഷനൊക്കെ പൂർണ്ണമായപ്പോഴത്തേക്ക് വീണ്ടും രോഗശാന്തി ശുശ്രൂഷകർ അത് പൊടിതട്ടി എടുത്തു. ഒരു പരസ്യം ഞാൻ കണ്ടത് ഇങ്ങനെയാണ്: അത്ഭുത രോഗശാന്തിയും വിടുതൽ ശുശ്രൂഷയും. 2 വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം. കയറുമ്പം ടെമ്പറേച്ചർ നോക്കും. ടെമ്പറേച്ചർ കൂടിയുള്ളവർക്കൊന്നും സൗഖ്യമില്ല. നോർമൽ ടെമ്പറേച്ചർ ഉള്ളവർക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. എന്തോ ഒരു തട്ടിപ്പാന്നറിയാം. അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് നമ്മൾ. ഈ അതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടതല്ലേ, ഒരു ഹൈടെക് ബ്രദറിൻ്റെ പേര് റോണക് ബ്രദർ, മൊബൈൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പം 2 കോടി അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആകും. അതിൻ്റെ പിന്നാലെ പോവുക. പുള്ളി എന്നിട്ട് ചെയ്തതെന്നറിയ, ഒരു വേദപുസ്തകം പിടിച്ചോണ്ട് ഒരു ട്രൗസർ വിട്ടുകൊണ്ട് നിൽക്കുക. എന്തോ ഒരു കഷ്ടമാണ്. അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ആ ട്രൗസർ ഇട്ടതിനെ കുറ്റപ്പെടുത്തിയപ്പോഴത്തേക്ക് റോണക്ക് പുതിയൊരു വ്യാഖ്യാനവുമായിട്ട് മീഡിയയിൽ വന്നു. നിങ്ങൾ കണ്ടതല്ലേ? നല്ല ചൂടുള്ള സ്ഥലമാണ് പാലസ്തീൻ. അക്കാലത്ത് ട്രൗസറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ട്രൗസർ ഇട്ടുകൊണ്ട് കിടന്നതിന്. അവൻ്റെ പിന്നാലെ പോകാനാണ് നമുക്കിഷ്ടം. നമുക്ക് ഈ പ്രോസ്പെരിറ്റി തിയോളജി മതി. ഭൗതികതയുടെ പിന്നാലെ മനുഷ്യനെ ചൂഷണം ചെയ്ത്, മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്ത് കബളിപ്പിക്കുന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിന് പിന്നാലെ പോയാൽ മതി. മാതാവിൻ്റെ പെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുക, ഭൗതികതയിൽ ആഴപ്പെടാനല്ല. വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറം ദൈവത്തിലുള്ള ബന്ധത്തിൽ ആഴപ്പെടുക. ഇസ്രായേലേ, എഫ്രൈമേ, നിന്റെ പാളിച്ച നീ പകുതി വെന്ത അപ്പമാണ്, മറിച്ചിടാത്ത ദോശയാണ്. അതാ അതിൻ്റെ കുഴപ്പം. 4:7-11. എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്. എഫ്രൈം, യു ആർ ലൈക്ക് സില്ലി സെൻസ്ലെസ് ഡോഗ്. ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്. പ്രാവെന്ന് പറയുമ്പോൾ അത് സമാധാനത്തിൻ്റെ പ്രതീകമാണ്, നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. സിംബൽ ഓഫ് പീസ് ആൻഡ് ഇന്നസെൻസ്. പ്രാവിനെ പോലെ നിരുപദ്രവകാരിയായി ജീവിക്കുക നല്ല കാര്യമാണ്. ആരെയും വേദനിപ്പിക്കാതെ വെറുപ്പിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഉത്തമമായ കാര്യമാണ്. പക്ഷേ തന്നിലേക്ക് വരുന്ന കെണികളെ, ചതികളെ, വഞ്ചനകളെ തിരിച്ചറിയാതെ ജീവിക്കുന്നത് അപകടകരമാണ്. എഫ്രൈമേ, ഇസ്രായേലേ, നിന്നെപ്പറ്റി ഞാൻ പറയുന്നു, നീ സെൻസ്ലെസ് സില്ലി ഡോവാണ്, തിരിച്ചറിവില്ലാത്ത പൊട്ടപ്രാവാണ്. ഇത് വെറുതെ പറയുന്നതല്ല. അവരുടെ ജീവിതത്തിൻ്റെ ചില കുഴപ്പങ്ങൾ കൊണ്ടാണ് പറയുന്നത്. അവർ പിടിച്ചിരിക്കുന്ന ആരെയാണെന്നറിയാമോ? ശത്രു രാജ്യമായ ഈജിപ്തിനെയും അസീറിയയെയും. അസീറിയയുടെ ചതികൾ തിരിച്ചറിയുന്നില്ല, വഞ്ചന തിരിച്ചറിയുന്നില്ല. അവർക്ക് കപ്പം കൊടുത്താണ് ഇസ്രായേൽ അവരുമായിട്ട് രമ്യമാകുന്നത്. അങ്ങോട്ട് പണം കൊടുത്താ. എന്നിട്ട് ഈ അസീറിയ ചെയ്തത് എന്താണെന്നറിയാമോ? ഇസ്രായേലിലേക്ക് വന്ന് ഇസ്രായേലിൻ്റെ എല്ലാം മനസ്സിലാക്കുന്നു, അവരുടെ ബലവും ബലഹീനതയും. സ്നേഹിച്ച് അടുത്ത് വന്നിട്ട് കൃത്യസമയത്ത് അറ്റാക്ക് ചെയ്യുന്നു. BC 721 അസീറിയ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. മുഴുവൻ ആളുകളെയും അടിമകളായിട്ട് അസീറിയയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിന് തൊട്ട് മുൻപ് നടത്തുന്ന പ്രവചനമാണെന്ന് ഓർത്തോണം. എഫ്രൈമേ, ഇസ്രായേലേ, നീ ഇല്ലാത്ത പൊട്ടപ്പ, നിന്നിലേക്ക് അടുത്തു വരുന്ന ചതിയെ, വഞ്ചനയെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിഷ്കളങ്കരായൊക്കെ ജീവിക്കണം, പക്ഷേ തിരിച്ചറിവുണ്ടാകണം, ജീവിതത്തെപ്പറ്റി ദർശനമുണ്ടാകണം. മുൻപിലേക്ക് വരുന്ന വഞ്ചനയെ, കപടതകളെയൊക്കെ അറിയണം. പ്രത്യേകിച്ച് അത് ഇന്നത്തെ തലമുറയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലരെങ്കിലും ചില കെണികളിൽ പെടുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്, ജീവിതം പഠിക്കുന്നുണ്ടോ? ബുദ്ധിയുണ്ട്, ചിലപ്പം ബോധമില്ല. അറിവുണ്ട്, തിരിച്ചറിവില്ല.
അതുകൊണ്ട് ചില കെണികളിൽ പെടുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പം എല്ലാം ട്രാപ്പാ, ചതികളാ. മണി ട്രാപ്പ് കേട്ടിട്ടില്ലേ? ഹണി ട്രാപ്പ്, ഡ്രഗ്സ് ട്രാപ്പ്, എന്തെല്ലാം ട്രാപ്പാന്നറിയാമോ? മറ്റ് മാഫിയ ട്രാപ്പുകൾ, ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ചതികൾ. പണ്ട് പ്രണയിക്കുന്ന എന്താണെന്നറിയാമോ? പ്രണയിച്ച് വിവാഹം കഴിക്കാനാ. ഇപ്പം ചതിച്ച് തകർക്കാനാ. അസീറിയ ഇസ്രായേലിനെ സ്നേഹിച്ച് ചതിച്ച് തകർക്കുക. എത്രയോ ഇടങ്ങളിലാണെന്നറിയോ ഇങ്ങനെ തകർച്ചകൾ ഉണ്ടാകുന്നത്? എത്രയോ ഇടങ്ങളിൽ 3 ദിവസം മുൻപ് തൊടുപുഴയിൽ, ഒരാഴ്ചയായെന്ന് തോന്നുന്നു, തൊടുപുഴയിൽ വെച്ച് ഒരു പെങ്കൊച്ചിനെയും ഒരു ചെറുക്കനെയും അറസ്റ്റ് ചെയ്തു. അവൾ വാവിട്ട് കരയുകയാണ്. അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എനിക്കും 2 പെൺമക്കളാണ്. ഞാൻ ഉടനെ തന്നെ എൻ്റെ മക്കളെ വിളിച്ചേച്ച് പറഞ്ഞു, കൊച്ചുങ്ങളെ ട്രെയിനേ വരുന്ന സമയത്ത് ഒരു കാര്യമുണ്ട്, ആരെങ്കിലും ബാഗ് തന്നാൽ പോലും മേടിക്കരുത്. സാധനം വല്ലതും ഉണ്ട്, നമുക്കറിയത്തില്ലല്ലോ. ആ കൊച്ചു വാവിട്ട് കരഞ്ഞപ്പോഴെനിക്കൊരു തോന്നൽ, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്, ഇവൾ ചതിക്കപ്പെട്ടതായിരിക്കും. ഒത്തിരി കൊടിയ ചതികൾ ഇക്കാലത്ത് നടക്കുന്നുണ്ട്. പണ്ടത്തെ പ്രണയമൊക്കെ, മരം ചുറ്റി പ്രേമമൊക്കെ വിവാഹം കഴിക്കാനാണെങ്കിൽ ഇന്ന് തകർത്ത് നശിപ്പിക്കാൻ വേണ്ടിയാ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഭാരതത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു തിരോധാന കേസുണ്ട്. അത് തിരുവനന്തപുരം ആറ്റുകാലിൽ നടന്നതാണ്. ആറ്റുകാലിലെ ബിന്ദു എന്ന അമ്മയുടെ രോദനം മുഴുവൻ തൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. ഈ അമ്മയുടെ മകൾ നിമിഷ കാസർഗോഡ് ദന്തൽ കോളേജിൽ മിടുക്കിയായ BDS വിദ്യാർത്ഥിനിയാണ്. യാഹിയ എന്നൊരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാകുകയും മതം മാറി ഫാത്തിമ എന്ന പേര് സ്വീകരിക്കുകയും ഒടുവിൽ നിക്കാഹ് കഴിഞ്ഞ് ISൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്കും പോയി. അഫ്ഗാനിസ്ഥാനിൽ ചെന്ന ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മകളുടെ വിവരങ്ങൾ കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്ന അമ്മയ്ക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയാമോ? അമ്മയുടെ മകൾ ഒരു ചോര കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നെങ്കിൽ ഇവൾ കൊല്ലപ്പെട്ട് കാണും, കൊല്ലപ്പെട്ടെന്നല്ല, ഒന്നെങ്കിൽ ഇവൾ ISന്റെ ചാവേറായി കാണും, അല്ലെങ്കിൽ അവരുടെ വൈകൃതങ്ങൾക്ക് അടിമയായി കാണും. അമ്മ പറയുന്നത് അവൾ കാണാതായത് 2014 ജൂൺ 15-ാം തീയതിയാണ്. അതിൻ്റെ തലേ ദിവസം വരെ അവളെ ഫോണിൽ വിളിച്ചു. എന്നിട്ടൊന്നും ഇതൊന്നും താൻ അറിഞ്ഞില്ല. തിരോധാനം അവൾ കാണാതാകുന്നതിൻ്റെ തലേ ദിവസം വരെ ഫോൺ വിളിച്ചു. വീട്ടിലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് അവളെല്ലാം മണിമണി പോലെ പറഞ്ഞു. എന്നിട്ടും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഞാൻ അറിയാതെ പോയല്ലോ എന്ന്. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്, മക്കളോട്. നിങ്ങളുടെ പേരൻസ് അറിയാത്ത ഒന്നും ഉണ്ടാകരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾ ചുവട് വഴുതിപ്പാൻ പോവുക. ഒരു ചുവട് വഴുതിപ്പോയാൽ 100 ചുവട് തിരിച്ചു നടന്നാൽ തിരിച്ചു കയറാൻ പറ്റുമോ? അതാണ്ട് ആ തൊടുപുഴയിലെ അക്ഷയ് എന്ന പെങ്കൊച്ച്, അവൾ ഇനി എന്ത് വിചാരിച്ചാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? മയക്കുമരുന്നിന്റെ ലോബികൾ ശക്തമാവുക. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന് മറ്റു കൂട്ടുകാരികൾ കഞ്ചാവ് ബീഡി കൊടുത്തത്. മറ്റൊരു വാർത്ത നിങ്ങൾ കണ്ടതല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് 11 പെങ്കൊച്ചുകൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് അവൻ ദുരുപയോഗം ചെയ്തത്. ഏതായാലും ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെടാൻ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കുറിപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകൻ ലഹരി അടിമയായി 2 പ്രാവശ്യം. ആദ്യം ഒന്ന് ലഹരി വിമോചന കേന്ദ്രത്തിൽ കൊണ്ടുപോയി, പെട്ടില്ല. വീണ്ടും ഇപ്പോൾ കൊണ്ടുപോയിരിക്കുക. മിടുക്കനായ വിദ്യാർത്ഥി, എഞ്ചിനീയറിംഗ് ബിരുദം, ഉന്നത വിജയം നേടിയവൻ. അവൻ തിരിച്ചു വരണേ എന്നുള്ളതാണ് തൻ്റെ പ്രാർത്ഥനയെന്ന് VD സതീശൻ പറയുകയാണ്. ഏറെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. കെണികൾ ഒത്തിരിയുണ്ട്, ചതികൾ ഒത്തിരിയുണ്ട്, മണി ട്രാപ്പുകൾ ഒത്തിരിയുണ്ട്. കൂടുതൽ പണം നൽകാമെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കെണികളാ. ബാംഗ്ലൂരിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന ഒരു കൊച്ചനെയാണ് കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്, കൂടുതൽ പണം കിട്ടാൻ വേണ്ടി. എന്തെല്ലാം ട്രാപ്പുകളാ, ചതികളാ കൂടുതലും. നിങ്ങളെ ദൈവം കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഓർത്തോണം, നിങ്ങളുടെ പേരൻസേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തോന്നുന്നൊരു വിഷമം എന്താണെന്നറിയാമോ? ഇന്നലെ കണ്ട ചെറുക്കനെയും പെണ്ണിനെയൊക്കെ പ്രേമിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ സ്നേഹിക്കാൻ അറിയത്തില്ല.
ജ്ഞാനസ്നാനം സ്വീകരിച്ച മാമോദീസ തൊട്ടിയും ദേവാലയത്തിൽ പഠിച്ച വേദപാഠങ്ങളും തിരുബലിയുടെ മുൻപിൽ നിന്ന് സ്വീകരിച്ച വിശുദ്ധ കുർബാനയും എല്ലാം മറന്നുകൊണ്ട് ഇവർക്ക് എങ്ങനെ നമ്മുടെ മുൻപിൽ നിന്ന് മാറിപ്പോകാൻ പറ്റും? ഓർത്തോണം, പണ്ട് 10-12 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1-2 തെറ്റിപ്പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇന്നും 1, 1.5, 2 ഒക്കെ ഉള്ളൂ. അതിൽ പകുതി ഇപ്പോഴ് കുടിയേറുകയല്ലേ. നിങ്ങൾ ഓർത്തോണം, അത് അനുബന്ധമായിട്ടൊരു കാര്യം പറയുക, കുടിയേറ്റം ശക്തമായൊരു കാലമാട്ടോ. ഒരു 2 വർഷം മുമ്പ് ഒരു 20-40% ആയിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിനും ജോലിക്കുമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്നെങ്കിൽ, കാനഡ, UK, ഓസ്ട്രേലിയ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം കുടിയേറിയതെങ്കിൽ ഇപ്പോഴത് ഈ വർഷം അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 40-60% ആണ് കുടിയേറ്റം. പഠിക്കാൻ പോകേണ്ടത് ആവശ്യമാണ്, ജോലി കിട്ടേണ്ടത് ആവശ്യമാണ്, ഭാവി സുരക്ഷിതമാകേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു അപകടവും കൂടെ ഞാൻ പറയാം. നമുക്കിപ്പോൾ 1-2 കുഞ്ഞുങ്ങളെ ഉള്ളൂ. അതിലൊന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ ഇച്ചിരൂടെ കൂടുതൽ, ആവറേജാണ് ഞാൻ പറഞ്ഞത്, നമ്മിൽ നിന്ന് പുറത്തേക്ക് പോവുക. എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ചെവിക്കുന്നുള്ളിക്കോ, ഒരു 15-20 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പള്ളികളിൽ കുറച്ച് പ്രായമുള്ളവരും പിന്നെ കുറച്ച് പിള്ളേരും കാണും. ഇപ്പം തന്നെ കോവിഡിന് ശേഷം നമ്മുടെ ചെറുപ്പക്കാരൊന്നും പള്ളിയിലില്ല. പിന്നെ ഉള്ളതൂടെ പോയി കഴിഞ്ഞാലോ പിന്നെ എന്ത് കൊടുക്കും? ഞങ്ങളുടെ അവിടെ അതിൻ്റെ ഒരു ഹബ്ബാണ് മാവേലിക്കര, ടിജൂസ് അക്കാഡമി, പിന്നെന്താ, പിന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ, മറന്നുപോയി, ബീഹുഡ്, സാന്റാമോണിക്ക. എത്രയോ പിള്ളേരാണെന്നറിയോ പള്ളി വന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അച്ഛൻ OET ഒന്ന് പാസ്സാകണം, IELTS ഒന്ന് പാസ്സാകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നല്ല കാര്യം, കുഞ്ഞുങ്ങൾ പോകട്ടെ. പക്ഷേ എല്ലാവരോടും പോയി കഴിഞ്ഞാലോ? നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുന്നത് തന്നെ 28, 29, 30, 31, 32 വയസ്സിലൊക്കെയാണ്. ബാക്കി ചിലയിടങ്ങളിലൊക്കെ എന്താ പ്രായപൂർത്തിയായ ഉടനെ വിവാഹം നടത്തുക. 4 ജനറേഷൻ വരുമ്പോഴേ ഇവിടെ ഒരു ജനറേഷൻ ഉണ്ടാകുന്നത്, അതിനകത്ത് 1-2 ഉള്ളൂ. നമ്മൾ ശരിക്കും ചിന്തിക്കണം. പോകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, പക്ഷേ കുറച്ചു പേരെങ്കിലും ഇവിടെ ശേഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പള്ളികളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും. ഇനിയും പള്ളി പണിയേണ്ട കാര്യമില്ല, ജൂബിലി ഒന്നും വേണ്ട ഇനി ഇവിടെ. എന്തിനാ ആഘോഷങ്ങൾ? റാസയൊക്കെ എന്തിനാ? നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 27% ക്രിസ്ത്യൻസ് എങ്കിൽ 18 പുതിയ പള്ളിയുടെ രജിസ്റ്റർ ഞാൻ ഈയിടെ പരിശോധിച്ചു. 2021-22 75 അടക്കമായിരുന്നു അവിടെ ഉണ്ടായത്. മാമോദീസ നടന്ന് 40. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അതിനകത്തെ 40-നകത്തെ 26 ഉറപ്പാണ്, 28, 30 പുറത്തു പോകും. പിന്നെ ആരുണ്ട് ഇവിടെ? പള്ളിയൊക്കെ ഇനി ചെറുതാക്കി പണിയണം. വലിയ പള്ളികൾ കുറച്ചുകൂടെ ചെറുതാക്കണം. ഈ ഉള്ളതിൽ 1-2 ഇതാണ് ഇങ്ങനെ കെണിപ്പോകുന്നത്. കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് കെട്ടിയ നീതിയും എന്നുള്ള പരമ്പരയിൽ പറയുന്നത്, ഇങ്ങനെ പോകുന്ന കുട്ടികളിൽ കൂടുതലും ക്രിസ്ത്യൻ കുട്ടികളാണ്. അതാ നമ്മുടെ പ്രശ്നം. മറ്റു മതങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചിട്ടയായ കൗമാരക്കാരെ ചിട്ടയായി ക്രമീകരിക്കുന്ന സാഹചര്യങ്ങൾ കുടുംബ പശ്ചാത്തലത്തിലുണ്ട്. നമുക്കതുമില്ല. നമ്മളൊക്കെ പള്ളിയിലൊക്കെ വലിയ പ്രമാണികളാണ്, വാതോരാതെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ കുടുംബ ബന്ധങ്ങളിൽ അപ്രകാരം ഒരു ശൈലി രൂപീകരിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം, നിങ്ങളുടെ ഓരോ ചുവടുകളും ശ്രദ്ധയോടാകണം. ഒരു കെണികളിലും പെട്ടുപോകരുത്. എൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, മദ്യപിച്ച് ഇച്ചിരി വല്ലാത്തൊരു സ്ഥിതിയിലായതാ. ഞാൻ അവൻ്റെ അടുക്ക പറഞ്ഞു, ഇതൊക്കെ അങ്ങ് ഉപേക്ഷിക്കണം. അമ്മയൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാവോ? പറഞ്ഞു വന്ന് അവൻ പറഞ്ഞു, ഞാൻ ആദ്യം കൂടി തുടങ്ങി എപ്പോഴാണെന്നറിയാവോ? പള്ളിയിൽ കരോളിന് പോയപ്പോഴാണ്. എന്തോ ഇങ്ങനെ കരോളുകൾ, എന്തോ ഇങ്ങനെ പെരുന്നാളുകൾ നടത്തുന്നത്. ഒന്നാലോചിച്ച് നോക്കണം. ഒരാത്മീകമായി നമ്മുടെ തലമുറകളെ രൂപപ്പെടുത്താതെ കുറെ ആഘോഷങ്ങൾ നടത്തിയിട്ട് എന്ത് പ്രയോജനം? ഇസ്രായേലേ, നീ വഞ്ചിക്കപ്പെടുകയാ, നീ തകർക്കപ്പെടുകയാ, നിന്നെ ചതിക്കുകയാ. അത് നീ തിരിച്ചറിയണം. നമ്മുടെ തലമുറകളോട് പറയാനുള്ളത് എനിക്കതാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. 7:16 2-ാം ഭാഗം. വഞ്ചനയുള്ള വില്ല്, ഡിസൈറ്റ്ഫുൾ ബോ. ഇസ്രായേൽ, എഫ്രൈം, യു ആർ ലൈക്ക് ഡിസൈറ്റ്ഫുൾ ബോ. ചതിക്കുന്ന വില്ല്, പിരിമുറുക്കമില്ലാത്ത വില്ല്. യുദ്ധത്തിന് പോകുമ്പോൾ ഈ ഭടന്മാരെന്തെടുക്കുന്നറിയാം? അവരുടെ വില്ല് പണ്ട് കാലങ്ങളിൽ വില്ല് കൃത്യമായിട്ട് മുറുക്ക് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്, ലക്ഷ്യം തെറ്റും. ഒന്നുകിൽ കൂടുതൽ മുന്നോട്ട് പായും, അല്ലെങ്കിൽ ഒത്തിരി മുന്നേ അത് വന്നു വീഴും. അതുകൊണ്ട് കൃത്യമായ മുറുക്കം ആവശ്യമാണ്. ചില ചാരന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ?
ഈ വില്ലിൻ്റെ ടെമ്പർ കുറച്ച് മാറ്റും. അപ്പോൾ കൃത്യതയുള്ള ഭടന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ? എപ്പോഴും വില്ലെടുത്താലും അത് കൃത്യമായിട്ട് ഇങ്ങനെ മുറുക്കിയതാണെന്നില്ല. ഗിത്താറിൻ്റെ കമ്പിയൊക്കെ നമ്മുടെ ഗിത്താറിസ്റ്റുമാരൊക്കെ ആ സമയത്തൊക്കെ വീണ്ടും വീണ്ടും മുറുക്കുന്നത് പോലെ കൃത്യമായിട്ട് മുറുക്കും. നീ വഞ്ചനയുള്ള വില്ല, ശരിയായിട്ടുള്ള വില്ലല്ല. പുരാണത്തിൽ അർജുനന്റെ ഗാന്ധി എന്ന വില്ലിനെ പറ്റി പറയുന്നുണ്ട്. എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പം, വേദപുസ്തകം മാത്രമേ അറിയത്തുള്ളൂ, അത്ര നല്ല മനുഷ്യരാണ്. തൊടുക്കുമ്പോഴൊന്ന്, അല്ല എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോൾ 10, പായുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്നാ പറയുന്നത്. എന്താണെന്നറിയാമോ? ഗാന്ധീവം എന്ന വെല്ല് കൃത്യതയോട് പതിക്കുന്നതാ, ലക്ഷ്യത്തിൽ ചെല്ലുന്നതാ. ഇനിയാ ഞാൻ പറയാൻ പോകുന്നത് 127 സങ്കീർത്തനം 4 വാക്യം. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അസ്ത്രങ്ങൾ ആരാ? നമ്മുടെ മക്കൾ. അത് എവിടെ നിന്നാ തൊടുക്കുന്നത്? ഏതിൽ നിന്നാ തൊടുക്കുന്നത്? അസ്ത്രത്തിൽ നിന്ന്. അപ്പൊ അസ്ത്രം ആരാ? നമ്മളാ. അത് കൃത്യമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എവിടെങ്കിലും ചെന്ന് പതിക്കും. കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പനും അമ്മയും ശരിയല്ല. അപ്പനും അമ്മയും നേരായിട്ടുള്ളവരാണ് എങ്കിൽ കുഞ്ഞുങ്ങൾ അതനുസരിച്ച് രൂപപ്പെടും. എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. സുമയുടെ സഹോദരി സുജയ കായംകുളം കാതീശ പള്ളിക്കാരിയാണ്. അവിടെ ഞാൻ വികാരിയായിരുന്ന സമയത്ത് 20 വയസ്സുകാരൻ ഒരാൾ പഠിക്കാൻ ബാംഗ്ലൂരിൽ പോയി. അവൻ എൻ്റെ അടുക്ക പറഞ്ഞു, നാട്ടിൽ വന്നപ്പോൾ, അച്ഛാ എൻ്റെ കൂടെ പഠിക്കുന്നതിൽ മിക്കവരും മദ്യപിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു, മദ്യപിക്കുന്ന കൂട്ടുകാരായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഒരു തുള്ളി കള്ളി ഞാൻ കുടിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ? എന്നെ കുടിക്കാൻ അവർ നിർബന്ധിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛയും അമ്മയാണ് ഓർക്കുന്നത്. അച്ഛാ, അവരെ ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാൻ പറ്റുമോ എന്ന്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി, എൻ്റെ ശരീരം വറച്ചുപോയി. എവിടാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അപജയം ഉണ്ടാകുന്നത്? മാതാപിതാക്കളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ ചുവട് ഒന്ന് പിഴച്ചാൽ 70 പിഴയ്ക്കും കുഞ്ഞുങ്ങളുടേത്. എന്തുകൊണ്ടാ ചിലയിടങ്ങളിലെങ്കിലും മക്കൾക്ക് വേണ്ടി തോരാതെ കണ്ണുനീര് ഒഴിക്കേണ്ട സാഹചര്യം? കുടുംബ ബന്ധത്തിന്റെ അപജയങ്ങളാണ്. എത്രയോ ഷോക്കിംഗ് റിപ്പോർട്ടുകളാ പത്രദൃശ്യമാധ്യമങ്ങളിൽ. അതിൻ്റെ കൂടുതലും കൺക്ലൂഷൻ എന്താണെന്നറിയാമോ? കുടുംബ ബന്ധങ്ങളുടെ കുഴപ്പമാണ് ചില ഇടങ്ങളിലെ പ്രശ്നങ്ങൾക്ക് കാരണം. എൻ്റെ സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി കൂടുതൽ എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതായി തീരട്ടെ. അഡോൾഫ് ഹിറ്റ്ലർ ആ പേര് കേട്ടാൽ പോലും പേടി തോന്നും. ഞാൻ പലയിടങ്ങളിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. അത്ര സാഡിസ്റ്റായൊരു മനുഷ്യനാണ്, ക്രൂരനായൊരു മനുഷ്യൻ. ഗ്യാസ് ചേംബറുകളിൽ യഹൂദന്മാരെയൊക്കെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ മനുഷ്യൻ. ആ പേര് നമുക്കിപ്പോഴും വെറുപ്പല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, മെയിൻ കാഫ്. അത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അഡോൾഫ് ഹിറ്റ്ലറോട് ഒരു സഹതാപം തോന്നും. അതിലയാൾ പറയുന്നത് ഇങ്ങനെ: തൻ്റെ നന്നേ ചെറുപ്പത്തിൽ അമ്മ മറ്റൊരുത്തനോടൊപ്പം, കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി. രണ്ടാനമ്മയുടെ കൊടും ക്രൂരതയുടെ നടുവിലാണ് വളർന്നു വന്നത്. കുടിച്ചു കൂത്താടി വീട്ടിൽ വരുന്ന അപ്പൻ്റെ മുൻപിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ രണ്ടാനമ്മ കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും. ബോധമില്ലാത്ത എൻ്റെ അപ്പൻ എന്നെ ഏതെങ്കിലും മരത്തിൽ കെട്ടിയിടും, ചാട്ടവാറുകൊണ്ടടിക്കും, ചോര ഒഴുകുന്നത് വരെ, ബോധം നശിക്കുന്നവരെ അയാൾ തുടർന്നുകൊണ്ടിരിക്കും. ഒരിക്കലും അപ്പൻ എന്നെ പേര് വിളിച്ചിട്ടില്ല. എന്നെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ അയാൾ പട്ടിയെ വിളിക്കുന്ന പോലെ ഒരു ശബ്ദമാണ്. നാക്കുയർത്തി വിരല് നാക്കിൻ്റെ അടിയിലിട്ടിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പോഴോടിച്ചെല്ലണം, അല്ലെങ്കിൽ അയാളുടെ ക്രൂരത മുഴുവൻ. അധികം താമസിയാതെ എൻ്റെ അപ്പൻ മരിച്ചു. അപ്പനെ അടക്കി കല്ലറ പണിതു. ആ കല്ലറയുടെ മുൻപിൽ വെച്ച് ഞാനൊരു പ്രതിജ്ഞ ചെയ്തു. ഞാൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ ചെകുത്താൻ്റെ കല്ലറ പിഴുതു കളയും. അഡോൾഫ് ഹിറ്റ്ലർ ചരിത്രമാണോ ഐതിഹ്യമാണോ കഥയാണോ എന്ന് എനിക്കറിയില്ല. കഠിനാധ്വാനം ചെയ്ത് ആദ്യമുണ്ടാക്കിയ പണം കൊണ്ട് സ്വന്തം അപ്പൻ്റെ കല്ലറ പിഴുതു കളഞ്ഞു. മെയിൻ കാഫിൻ്റെ വരികളുടെ ഇടയിലൂടെ ഒന്ന് വായിച്ചു നോക്ക്. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് മാതൃകയുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും 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 ഞാനിങ്ങനെ ആകയില്ലായിരുന്നു. നമ്മുടെ കുടുംബമാണ് നമ്മുടെ മക്കളെ രൂപപ്പെടുത്തുന്നത്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇടറിപ്പോയാലും അതുപോലുള്ളൊരു കുടുംബമാണെങ്കിൽ മക്കൾ തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഒരിക്കലും നിത്യമായി നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. അഗസ്തീനോസിനെ നമുക്കറിയില്ലേ? വെറുക്കൂത്തെല്ലാം നടത്തിയൊരു മനുഷ്യൻ. അമ്മ മോണിക്കയുടെ പ്രാർത്ഥനയാൽ തിരിച്ചു വരുന്നത് പോലെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. 1, ഇസ്രയേലേ, നിന്റെ വിശ്വാസം, നിന്റെ സ്നേഹം, നിന്റെ വാത്സല്യം
പ്രഭാതമേഘം പോലെയാണ്, രാവിലത്തെ മഞ്ഞു പോലെയാണ്. നീങ്ങിപ്പോകുന്നതാണ്, ഉരുകിപ്പോകുന്നതാണ്. ഉരുകിപ്പോകുന്നതും നീങ്ങിപ്പോകുന്നതുമാണ് എങ്കിൽ നിന്റെ വിശ്വാസത്തിന് എന്തർത്ഥമാണ്? അത് പെരിഫർ ലെവലുള്ളതാണ്, അത് താൽക്കാലികമാണ്. അതല്ല, വിശ്വാസത്തിൽ നീ ആഴപ്പെടണം. പ്രതിസന്ധികളിലും ഇടപെടുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാൻ നിനക്ക് കഴിയണം. 2, ഇസ്രായേലേ, ചുട്ടുപഴുത്ത അപ്പക്കല്ല, ജ്വലിച്ചു കിടക്കുന്ന നന്മയിലൊന്നുമല്ല, വിശുദ്ധിയിലല്ല, എല്ലാ തിന്മയും ജ്വലിച്ചു കിടക്കുക. പുറത്തി ദുഷ്ടത ജീവിതത്തിൽ ഇല്ലെന്നല്ല, മലിനത ജീവിതത്തിൽ ഇല്ലെന്നല്ല, വെറുക്കൂത്ത് ജീവിതത്തിൽ ഇല്ലെന്നല്ല, സാഹചര്യമില്ലാത്തത് കൊണ്ട് മാത്രം പുറത്തു വരാതിരിക്കുന്നതാ. ഉള്ളിലിങ്ങനെ തിളച്ചു മറിഞ്ഞു കിടക്കുക. തിന്മയുടെ ജ്വലനമുണ്ടെങ്കിൽ തിന്മയുടെ ഫലമായിരിക്കും. നന്മയുടെ ജ്വലനമുണ്ടാകണം, ആത്മാവിന്റെ ജ്വലനമുണ്ടാകണം, ആത്മാവിന്റെ ഫലമുണ്ടാകും. സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയ ജയം. 3, മറിച്ചിടാത്ത ദോശ, ഹാഫ് ബേക്ക്ഡ് ഓവൻ. ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നു, പേരിന് മാത്രം. നിനക്ക് മുഴുവനും നിന്റെ ജീവിതത്തിന്റെ സുഖവും ഭൗതികതയുടെ പ്രതാപവും അല്ല. ഇതൊരു യൂസ്ഫുൾ ഉള്ളതുമല്ല ജീവിതം, ഇങ്ങനെ പാഴായ ജീവിതം. അതുകൊണ്ട് എന്ത് പ്രയോജനമാ? 4, ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് മുന്നിലേക്ക് വരുന്ന കെണികളെ, ചതികളെ, വഞ്ചനയെ അറിയുന്നില്ല. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവ് കൊടുക്കണം, നേരായ പാതയിൽ നടക്കണം. അതിനുമപ്പുറം ഈ വില്ല് കൃത്യതയുള്ളതാകണം. അത് നമ്മളാ, മാതാപിതാക്കളാ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് പോകുമ്പോൾ അവർ ലക്ഷ്യത്തിലെത്തണം. അതിനനുസരിച്ചുള്ള ഒരു ജീവിതം ക്രമപ്പെടുത്താൻ നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ സഹായിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹം.